ബാല്യത്തിൻ്റെ പരിധി എവിടെ വരെയാണ്? ഇരുട്ടുന്നത് വരെ, മാവ്, പേര, പുളി എന്നിവയുടെ ചുവട് വരെ, ഓട്ടം ചാട്ടം വീണ് പൊട്ടുന്നതുവരെ, കൂട്ടുകാരോടൊപ്പം കറങ്ങി തോന്നുമ്പോൾ തിരിച്ചു വരുന്നതുവരെ. എന്താണ്? അതിർവരമ്പുകൾ മാറി. കുട്ടികൾ സാങ്കേതിക വിദ്യയുടെ കൂട്ടും പിടിച്ച് പുതുലോകം സൃഷ്ടിച്ചിരിക്കുന്നു. കുട്ടികൾ തന്നെ അവർക്ക് പരിധി നിശ്ചയിച്ചിരിക്കുന്നു. മറ്റൊരു വാക്കിൽ അവർക്ക് പരിധികളില്ലാത്ത ലോകം തുറന്നിരിക്കുന്നു. കുട്ടികൾക്ക് അവരുടെ ലോകം, അവരുടെ കഴിവുകൾ, അവരുടെ പ്രവർത്തന രീതി, അവരുടെ കൂട്ടുകാർ, അവരുടെ ഭാഷ. മുതിർന്നവരിൽ നിന്ന് ഇക്കാര്യങ്ങളിലെല്ലാം അകലം സൂക്ഷിക്കാൻ അവർ ശ്രദ്ധിക്കുന്നുമുണ്ട്. ബാല്യം സവിശേഷ കാലമാണ്. ശാരീരിക, വൈജ്ഞാനിക, സാമൂഹിക, വൈകാരിക വളർച്ചയുടെ കാലഘട്ടം. ഇന്നത്തെ കുട്ടികൾക്ക് അവസരങ്ങളേറെയാണ്. ജീവിതത്തിൻ്റെ അടിത്തറയും കഴിവുകളും ഐഡൻറ്റിറ്റിയും രൂപപ്പെടുന്ന കാലഘട്ടമാണ് ബാല്യം. നല്ല ബാല്യം ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ്. എന്നാൽ ഇന്ന് ബാല്യത്തിൻ്റെ സ്വഭാവം വേഗതയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ബാല്യത്തിൻ്റെ പ്രത്യേകതകൾ മുതിർന്നവർ ശ്രദ്ധിക്കണം. ലഭിക്കുന്ന സാഹചര്യങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്ത് തങ്ങൾക്ക് ഇടം കണ്ടെത്തുന്ന കുട്ടികൾ, നൽകപ്പെടുന്ന സാങ്കേതിക വിദ്യയുടെ ലോകവും മറ്റു സൗകര്യങ്ങളും കുട്ടികൾക്കുണ്ട്. ഇവയിലേക്ക് ബാല്യത്തെ കുട്ടികൾ തന്നെ റീഡിഫൈൻ ചെയ്യുകയാണ്. കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടായാൽ ബാല്യത്തെ മുന്നോട്ട് നയിക്കാൻ എളുപ്പമാണ്. കുട്ടികളുടെ ആകാംക്ഷയെ നിയന്ത്രിതമായ രീതിയിൽ സഹായിച്ച് നയിക്കേണ്ടതുണ്ട്. മൊബൈൽ, ഗെയിം, സ്ക്രീൻ എന്നിവയിൽ തീർക്കരുത് ബാല്യത്തിൻ്റെ ലോകം. അൺസ്ട്രക്ചേർഡ് അവസരങ്ങളിലൂടെ കുട്ടികളിലെ ക്രിയാത്മകത വളരണം. അങ്ങനെ ബാല്യത്തെ വളർത്താം. പണ്ട് ബാല്യം ജീവിച്ച രീതി, അറിവ്, ലോകം അല്ല എന്നുള്ളത്. പഠനമുറികൾ, പഠിക്കുന്ന രീതികൾ, അറിവ് ഏറെ മാറി. ടെക്നോളജി കുട്ടികളുടെ കൂട്ടുകാരായി. കുട്ടികളുടെ സോഷ്യൽ സ്കിൽസിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. കുട്ടികളുടെ മാനസിക ആരോഗ്യം കുറയുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. 4/1 പേർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. വൈകാരിക മേഖലകൾ, ആകുലതകൾ, സോഷ്യൽ സ്കിൽസ്, ധൈര്യം എന്നിവ ശ്രദ്ധിക്കണം. അഡിക്ഷൻസ്, സമ്മർദ്ദങ്ങൾ ഒരുപാട് പ്രശ്നമാകുന്നു. ബാല്യത്തിൽ നൽകേണ്ട സമഗ്ര വളർച്ചയ്ക്കുള്ള സപ്പോർട്ട് കുട്ടികൾക്ക് നൽകണം. കളി സമയവും രീതികളും വ്യത്യസ്തമാണ്. ശാരീരികക്ഷമത, കളിപ്പാട്ടങ്ങൾ, കൂട്ടുകാരോടൊപ്പമുള്ള കളി, തോൽവി, വീഴ്ച, വിജയം ഇവയൊക്കെയും ഗൗരവമായിട്ട് കാണണം. സന്തോഷത്തോടെ ഇവ അനുഭവിക്കാൻ ഒരുക്കണം. വീട്ടിൽ അച്ചടക്കം, തിരക്കും കുട്ടികളുടെ എണ്ണക്കുറവിനുമിടയിൽ ഇവ ശ്രദ്ധിക്കാതെ പോകരുത്. ബാല്യത്തെ മനസ്സിലാക്കണം. സാങ്കേതിക വിദ്യയുടെ സഹായം ആവോളം നൽകി സാധിക്കാവുന്നത്ര സൗകര്യങ്ങൾ ഒരുക്കി മുതിർന്നവരുടെ മേൽത്തോട്ടത്തിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ ബാല്യത്തിൻ്റെ സ്വാതന്ത്ര്യവും ക്രിയാത്മകതയും നശിക്കാൻ ഇടവരരുത്. ബാല്യത്തെ മനസ്സിലാക്കാം, സഹായിക്കാം.